ആദ്യം തന്നെ മുന്നറിയിപ്പ്. ഈ വീഡിയോയിൽ കാണുന്ന പല കാര്യങ്ങളും സംഘികൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. കുരുപൊട്ടുന്നവർ ഒരു മൂലയിലിരുന്ന് കുരുപൊട്ടിക്കോളൂ. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ? കണ്ടില്ലേ, നൈസായിട്ടൊന്ന് വർഗീയത കുത്തിക്കേറ്റിയതാണ്. ഇവരാദ്യം പറഞ്ഞിട്ടുള്ളത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ് ആണ്. അതൊക്കെ പക്ഷേ അപ്പോൾ ഇതോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഡിയോന്റെ മുകളിലുള്ള ക്യാപ്ഷൻ അത് കണ്ടില്ലേ, സ്വപ്ന ടീച്ചർ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സെക്യുലറിസം കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഒരു മുസ്ലിം ടീച്ചർ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് എന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ള ആ ക്യാപ്ഷനിലുള്ളത്. ഇതേ സാധനം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, RSS കേരള ഒഫീഷ്യലാണ്. അതിൽ വന്നിട്ടുള്ള അതേ സാധനം തന്നെയാണ്. അതായത് കേരളം സർ, മതേതരം സർ, മതേതര ഹിന്ദു സർ. സ്വപ്ന ടീച്ചർ തന്റെ മതേതരം കാണിക്കാൻ വേണ്ടി വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ഒരു മുസ്ലിം ടീച്ചർ ജയ് ശ്രീറാം എന്ന് പറയുന്നത്? വന്ദേ മാതരം പോലും കേരളത്തിൽ നിരോധിച്ചിരിക്കുന്ന ഈ വേളയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം. കണ്ടില്ലേ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും സാമ്യത നിങ്ങൾക്ക് തോന്നിയോ? ഇത് ആദ്യമായിട്ടല്ല ഈ പെൺകുട്ടി ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത്. വർഗീയത പടർത്തുക എന്ന് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. കാരണം ഇവരുടെ മോസ്റ്റ് ഓഫ് ദി വീഡിയോ ഇംഗ്ലീഷിലാണ്. അങ്ങനെ വരുമ്പോൾ മാക്സിമം റീച്ച്, അതിലൂടെ കേരളത്തിന്റെ ഇമേജ്, കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമല്ല, മറ്റു വീഡിയോസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി ഇവർക്ക് ഇതിനുള്ള മറുപടി ആ ടീച്ചർ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ഇവർക്ക് പറ്റിയ മറ്റൊരു അടിപൊളി മറുപടിയുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട്, നമുക്ക് അതും കൂടി കാണാം. ആദ്യം തന്നെ ഈ ടീച്ചർ കൊടുക്കുന്ന മറുപടി അത് നമുക്ക് കേട്ടിട്ട് വരാം. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ? ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കള് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടല്ല, എനിക്കിപ്പോൾ അത് ഇങ്ങനെ എന്താ പറയണ്ടേ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാണ്. അപ്പം എനിക്ക് അതിനൊരു മറുപടി പറയണം തോന്നിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിയാണത്. അവർ പഠിക്കുമ്പോൾ ഞാനും കേട്ട് പഠിച്ച് അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിയാണത്. അപ്പോൾ അതിന് ഒരുപാട് ബാഡ് കമൻറ്റും ഒരുപാട് പേരെന്നെ ടാഗ് ചെയ്തിട്ടും ഇപ്പം ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇങ്ങനെ അങ്ങനെ ആക്കുന്നുണ്ടെന്നാ. പിന്നെ അതിൽ ഇസ്ലാമിക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ഇൻസ്റ്റാ ഐഡിയിൽ തന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കയറുമ്പോൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന. അപ്പോൾ അതുപോലെ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇത് മനസ്സിലായല്ലോ. അതായത് ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളിലെ ടീച്ചറാണ്, അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് അതെടുത്തിട്ടാണ് ഇവന്മാർക്ക് കുരുപൊട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ ഇത് രണ്ടാമതാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു 4 ദിവസം മുമ്പ് മറ്റൊരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള കാര്യം കേരളത്തെ കുറിച്ച് ചില കാര്യങ്ങളാണ്. അതായത് കേരളത്തിലെ അമ്പലങ്ങൾ തകർക്കുന്നു, അവിടെ മുസ്ലിം പള്ളികൾ തുടങ്ങുന്നു, ക്രിസ്ത്യൻ പള്ളികൾ തുടങ്ങുന്നു എന്നൊക്കെ ഒരു ആരോപണം. അതുപോലെ ഇവിടെ ഒരു കൺവേർഷൻ മാഫിയ ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവർ പരമാവധി കേരളത്തെ പറഞ്ഞ, അതായത് ഞാൻ മലയാളിയാണ്, ഞാൻ കേരളത്തിലുള്ള ആളാണ്, അതൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാക്സിമം റീച്ച് കിട്ടുക, അതിലൂടെ കേരളത്തിന്റെ ഇമേജ് തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. വെറും വർഗീയത പടർത്തുക മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തെ, അതായത് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇങ്ങനെയല്ല എന്ന് പുറത്തുള്ള ആളുകളെ വിശ്വസിപ്പിക്കുക എന്നൊരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ് അവരുടെ പല വീഡിയോ കണ്ടിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർക്കും അവരെ പോലുള്ള ആളുകൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഈ വീഡിയോ ആണ്. കണ്ടോളൂ. നമ്മുടെ ചരിത്രത്തിൽ ഇതൊക്കെയാണ് മതസൗഹാർദ്ദം നിലനിർത്തി, അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമുള്ളത്. അങ്ങനെ തന്നെയാണ് തിരുനബി ലോകത്തെ പഠിപ്പിച്ചതും. അക്രിം ജാറക വലൗ കാന കാഫിറ, തൻ്റെ അയൽവാസി ഇതര മതവിശ്വാസിയാണെങ്കിലും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്നാണ് തിരുനബി
അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചത്. എല്ലാവരും ഇതേ ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്ന സന്ദേശമാണ് ലോകത്തോട് മൊത്തത്തിൽ നമുക്ക് തിരുനബിയുടെ സന്ദേശമായി അറിയിക്കാനുള്ളത്. ഇന്ന് ഉത്രാട ദിനമാണ്, അതുപോലെ തന്നെ നബിദിനമാണ്. അപ്പോൾ രണ്ടും കൂടി സംഗമിക്കുക, അത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശമാണ്, ഒരു നന്മയുടെ സന്ദേശമാണ്. ആ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളും കൂടി ഒത്തുചേർന്നു. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അതിനോടൊപ്പം ഐക്യത്തോടൊപ്പം നിൽക്കുകയാണ്. കഴിഞ്ഞില്ല, ഒരു വീഡിയോ കൂടി കാണാം. നബിദിനത്തിൽ കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ വിഷ്ണുവയ്യപ്പ ക്ഷേത്രത്തിലെ മാതൃ സംഘടന അമ്മമാരും പിന്നെ നമ്മളെ എല്ലാവരും ചൊല്ലക്കര സുനിയേട്ടുണ്ട്, മോനേട്ടുണ്ട്, ഇങ്ങാരേട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അടിപൊളി പായസമൊക്കെ സെറ്റാണ് അല്ലേ ചേച്ചിയോ? അടിപൊളിയല്ലേ? അയ്യോ അപ്പൊ വരും. ഇത് എത്തിയിട്ടില്ല, എന്താ പറയാ, റാലി എത്തിയിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് ഒക്കെ സെറ്റാക്കിയിരിക്കുന്നത് അടിപൊളിയാണ്. ഇത് കാണുമ്പോൾ പലർക്കും കുരുപൊട്ടുമെന്നറിയാം. പക്ഷേ ഇതിലും വലിയ മറുപടി വേറെ ഇല്ല. ഇതിലും വലിയ കാഴ്ച അവർക്ക് വേറെ കൊടുക്കാനുമില്ല. ഇതാണ് എന്റെ മറുപടി. ഇതാണ് കേരളം. അല്ലാതെ നീ പറയുന്നത് പോലുള്ള ഒരു കേരളമല്ല കേരളം. അത് ഏത് കേരളമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കേരളം. ഗോഡ്സ് ഓൺ കൺട്രി.